ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നമ്മുടെ ധ്യാന വിഷയം ജീവനുള്ള മൂലക്കല്ല്, ദ കോർണർ സ്റ്റോൺ ഓഫ് ലൈഫ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 42 വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പുകാലത്ത് എന്നെയും ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ, അവിടെ നിന്നും കരുതിക്കൊള്ളണമേ. ആമേൻ. നമ്മൾ വലിയ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇനിയുള്ളത് നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിനായി നമുക്ക് കൂടുതൽ ഒരുക്കത്തോടെ ആയിരിക്കാം. തിരുവെഴുത്തുകളിൽ മൂലക്കല്ല് എന്ന പദം ചിലപ്പോൾ പദവിയും പ്രാധാന്യമുള്ള ഒരു പ്രധാന വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർന്ന ബഹുമാനത്തിൽ സ്ഥാപിച്ച മൂലക്കല്ല് എന്ന് ചേർത്ത് വിളിക്കുന്നു. എന്നാൽ പുരാതന കാലത്ത് ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറയിൽ ആദ്യം ഇടുന്ന കല്ലായിരുന്നു മൂലക്കല്ല്. മുഴുവൻ കെട്ടിടത്തിലും ഏറ്റവും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത കല്ലായിരുന്നു അത്. ക്രിസ്തു മൂലക്കല്ല് ആണെന്ന് നാം വായിക്കുമ്പോൾ അതിനർത്ഥം യേശു നമ്മുടെ അവകാശിയും യഥാർത്ഥ അടിത്തറയും എന്നാണ്. പൂർണ്ണതയുള്ളത് അവനോടൊപ്പം യോജിച്ച് നിർമ്മിക്കപ്പെടുന്നു. അത് എല്ലാം തന്നെ ശരിയും സത്യവുമായിരിക്കും. പഴയ നിയമം മനുഷ്യരാശിയുടെ ആത്മീയ അടിത്തറയുമായി വർദ്ധിക്കുന്നത് വിലയേറിയ ഒരു മൂലക്കലിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. മൂലക്കല്ല് എന്ന വാക്ക് ബൈബിളിൽ ഏകദേശം 13 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പഴയ നിയമത്തിലെ അടിസ്ഥാന ശിലയുടെ ചിത്രീകരണത്തെയാണ് വരച്ചു കാണിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ സഭയുടെ മൂലക്കല്ലായി ചിത്രീകരിക്കുന്നു. എന്താണ് മൂലക്കല്ല്? ആരാണ് ഈ മൂലക്കല്ല്? കർത്താവായ യേശുക്രിസ്തു മൂലക്കല്ലാണ്. ഒരു ഘടന മൂലക്കല്ലിന്മേൽ പണിയപ്പെടുന്നത് പോലെ സഭ ക്രിസ്തുവിന്മേൽ പണിയപ്പെടുന്നു. അതുപോലെ ഒരു ഘടനയുടെ അടിത്തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യത്തെ കല്ലാണ് മൂലക്കല്ല്. സഭയുടെ അടിത്തറ ക്രിസ്തുവിന്മേൽ പണിയപ്പെടുന്നു. സഭയുടെ അളവിനും വിന്യാസത്തിനും വേണ്ടിയുള്ള മാനദണ്ഡം ക്രിസ്തു സ്ഥാപിക്കുന്നു എന്ന് പത്രോസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിസ്തു നമ്മുടെ ജീവനുള്ള മൂലക്കല്ലാണ്. അവൻ വിശ്വസനീയനാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും വിലയേറിയവനുമാണ്. ക്രിസ്തുവാണ് പുതിയ നിയമസഭയാകുന്ന മന്ദിരത്തിൻ്റെ മൂലക്കല്ല്. ക്രിസ്തയേശു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന കല്ലുമായി ആരംഭിച്ച പുതിയ നിയമസഭയാകുന്ന ഈ മന്ദിരം പുതിയ വിശ്വാസികളാകുന്ന ജീവനുള്ള കല്ലുകളെ കൂട്ടിച്ചേർത്ത് പണി തുടർന്നുകൊണ്ടേയിരുന്നു. ഈ മന്ദിരത്തോട് ചേർന്ന് പണിയുന്ന കല്ലുകളിൽ നാം ജീവനുള്ള കല്ലുകളായി തീർന്നിട്ടുണ്ടോ? നിർജീവമായി കിടക്കുന്ന അനേകം കല്ലുകളെ ജീവനുള്ള കല്ലുകളാക്കി രൂപാന്തരപ്പെടുത്തുന്ന മൂലക്കല്ലത്രേ യേശുക്രിസ്തു. ഈ മൂലക്കല്ലാകുന്ന യേശുവിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമുക്കുമായിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.